വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി കൽമാസ് ആണ്. ഇതൊരു മലബാർ സ്നാക്കാണ്. പ്രത്യേകിച്ചും തലശ്ശേരി ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അരി അരച്ചതിൽ ചിക്കൻ മസാല വെച്ച് ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് കൽമാസ്. അവസാനം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ അരി അരക്കുന്നതിന് പകരമായിട്ട് പുഴുങ്ങലരിയുടെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അരി അരച്ചുണ്ടാക്കുന്ന കൽമാസിനേക്കാളും ഒരുപാട് എളുപ്പത്തിലാണെന്ന് നമ്മളിതുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൽമാസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പുഴുങ്ങലരിയുടെ പൊടിയാണ്. ഈ അരിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് പുഴുങ്ങലരി നന്നായി കഴുകി 1-2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കണം. നന്നായി കുതിർന്ന ശേഷം വെള്ളം വാർത്ത് പൊടിപ്പിച്ചെടുത്തതാണിത്. പൊടി ഞാൻ തണലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇങ്ങനെ ഉണക്കിയാലും പൊടി കുറേ കാലം കേടാവാതിരിക്കും. ഈ പൊടി യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കൽമാസിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ചിക്കൻ ഫില്ലിംഗ് ആണ്. ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ചിക്കൻ്റെ അളവെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫില്ലിംഗ് ഉണ്ടാക്കാനുള്ള പാനാണ്. നല്ല ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ. ഇനി ഈ വെളുത്തുള്ളിൻ്റെ ഒരു പച്ചമണം ഉണ്ടാകും. അതൊന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വഴറ്റാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി വേഗം അടി പോകും. വെളുത്തുള്ളിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവുണ്ട്, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ ലാസ്റ്റ് കൽമാസ് ഒന്നും കൂടെ മുളക് തേച്ച് പൊരിക്കും. അപ്പോൾ അതും കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ആഡ് ചെയ്തത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊന്നൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ചിക്കൻ വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇനി നമ്മൾ വേവിച്ച് എല്ല് കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ 1 കപ്പോളം ഉണ്ട്. ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയിലേക്കും മസാലയിലേക്കും ആയിട്ടുള്ള ഉപ്പ് കുറച്ച് മതി. മസാലപ്പൊടികളെല്ലാം ഒന്ന് വേവാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിക്കാം. ഈ സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മസാലയെല്ലാം പെട്ടെന്ന് എല്ലായിടത്തും എത്തിക്കിട്ടും. മസാലയിലുള്ള വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. മസാലയൊന്ന് തണുത്ത ശേഷം വേണം നമുക്ക് ഫില്ല് ചെയ്യാൻ. ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പൊടിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ചേർക്കണം. അതിനായിട്ട് മിക്സിയിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് സവാള, 4 ഏലക്കായ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. തേങ്ങയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. പൊടി കുഴയ്ക്കാനുള്ള വെള്ളമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിക്കണം.
തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർക്കാം. തേങ്ങ അരച്ചപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പൊടിക്കും ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇതിനി ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. 5 മിനിറ്റെല്ലാം കഴിഞ്ഞപ്പോൾ പൊടി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ അധികം എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈവെള്ളയിൽ നിൽക്കുന്ന ആ ഒരു സൈസിലാണ് പരത്തിയിട്ടുള്ളത്. നമ്മുടെ ഒരു കൈവെള്ളയിൽ നിൽക്കുന്ന ഈ ഒരു സൈസിലാണ് പരത്തിയിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പതുക്കെ അങ്ങ് സീൽ ചെയ്യാം. പ്രയാസമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൽമാസ് നമുക്ക് പച്ചരിപ്പൊടി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പുഴുങ്ങലരി യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. അന്നേരം ഇതിൻ്റെ ടെക്സ്ചറിനെല്ലാം ഒരു വ്യത്യാസം ഉണ്ടാവും. മാവ് മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൽമാസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഡിന്നറായിട്ടും എല്ലാം സെർവ് ചെയ്യാം. സ്കൂളിലേക്ക് ലഞ്ചായി കൊടുത്തേക്കാനും നല്ലത് തന്നെയാണ്. ഇത് ഏകദേശം 4 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകും. സ്റ്റീമറിനെ അടച്ചു വെച്ചേക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂർ സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും. അരിപ്പൊടി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാണ് വാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വേവാനുണ്ടാവില്ല. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്ന് എടുക്കാം. ഒന്ന് തണുത്ത ശേഷം നമ്മൾ സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മുളക് തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ടും സെർവ് ചെയ്യാം. ഞാനിത് പൊരിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് മുളക് അരക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് എടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി ലൂസായിട്ടാണ് മുളക് കലക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചത് ഓരോന്നായി എടുത്ത് ഒന്നൊന്ന് മുളകിൽ റോൾ ചെയ്യാം. കൽമാസ് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, ഷാലോ ഫ്രൈ ആണ്. ഇത് ഒരുപാട് ഫ്രൈ ആവാനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മുളകൊന്ന് പൊരിഞ്ഞ് വരണം, അത്രേ വേണ്ടൂ. ഇപ്പോൾ കൽമാസ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.